رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഷ്ഠിക്കുന്നതായി ഈ നോമ്പ് പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ നിർവഹിച്ച സുബഹി നിസ്കാരം, അതുപോലെ തന്നെ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് നാം ചെയ്യുന്നതായ സുഹൃതങ്ങൾ, അമലുകൾ മുഴുവനും പടച്ച റബ്ബ് സമ്പൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്കൊക്കെയും അല്ലാഹു പരിപൂർണ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. عن أبي هريرة رضي الله عنه قال قال النبي صلى الله عليه وسلم إذا كان يوم الجمعة وقفت الملائكة على باب المسجد يكتبون الأول فالأول. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ മഹത്വം അവിടുന്ന് ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയിലും രാവിലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിവസങ്ങളുടെ നേതാവായ ദിനമാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമെന്നും വേറൊരു ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്, ഈ വെള്ളിയാഴ്ച സുദിനത്തിനെ ആരെങ്കിലും ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ, വെള്ളിയാഴ്ചയിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതായ കാര്യങ്ങളൊക്കെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ആ ഒരു ദിനത്തിൽ നമുക്ക് മരണപ്പെടാൻ കഴിയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം മരണപ്പെടുന്നവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായ ഹദീസുകളിലൂടെ കാണാം. ഖബറിൽ ചോദ്യമുണ്ടാവുകയില്ല എന്നും ഖബറിൽ ശിക്ഷ ഉണ്ടാവുകയില്ല എന്നും ഒക്കെ പല ഹദീസുകളിൽ പലതും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകട്ടെ. إذا كان يوم الجمعة وقفت الملائكة على باب المسجد يكتبون الأول فالأول. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനമായി കഴിഞ്ഞാൽ സുബഹി കഴിഞ്ഞ് ദുഹാ സമയം മുതൽ മലക്കുകൾ അല്ലാഹുവിന്റെ പള്ളികളുടെ കവാടത്തിൽ നിൽക്കുന്നതാണ്. ആദ്യം ആരാണ് പള്ളിയിലേക്ക് കടന്നു വരുന്നത് എന്ന് നോക്കി അവരുടെ പേരുകൾ ലിസ്റ്റ് ചെയ്യുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആരാണ്? മലക്കുകളാണ് ഇരിക്കുന്നത്. ആദ്യം വരുന്നവരുടെ പേരുകൾ എഴുതി വെക്കുമെന്നാണ്. ശേഷം പറയുന്നു, വമസലുൽ മുഹജ്ജിരി കമസലില്ലദി യുഹ്ദി ബദനതൻ ثم كالذي يهدي بقرة ثم كبشا ثم دجاجة ثم بيضة أو كما قال شفيعنا رسول الله صلى الله عليه وسلم. ആദ്യം വരുന്നതായ ആളുകളുടെ പേരുകൾ എഴുതി വെച്ചിട്ട് അവർക്ക് അവർ ഒട്ടകം അറുത്തു കൊടുക്കുന്നതിന്റെ പ്രതിഫലം അല്ലാഹു അവർക്ക് കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആദ്യം വരുന്ന ഒരാൾക്കല്ല, ആദ്യം വരുന്ന ചില ആളുകൾക്ക്. അവര് വന്നിട്ടുണ്ടായിരിക്കണം പരിശുദ്ധമായ ഖുർആൻ പാരായണത്തിലൂടെ ഇഅ്തികാഫിന്റെ നിയ്യത്തോടു കൂടി ഇരുന്ന്. ഇപ്പോഴും വന്നാലും നമ്മൾ പള്ളിക്കകത്ത് കയറുന്ന സമയത്ത് ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെക്കാൻ മറക്കരുത്. ജുമഅക്കായാലും മഖ്തുകൾക്കായാലും കയറി വരുന്ന സമയത്ത് ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെച്ചിട്ട് പിന്നീട് ദുനിയാവിന്റെ സംസാരിച്ചാൽ ഇഅ്തികാഫ് ബാത്തിലായി പോകും. ഒന്നും സംസാരിക്കാണ്ട് ദിക്റിലായി, ഖിറാഅത്തുൽ ഖുർആനിലായി സമയം പാഴാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ആദ്യം വരുന്നവർക്ക് ഒട്ടകത്തിന് അറുത്തു കൊടുത്തതിന്റെ പ്രതിഫലവും, സുമ്മ കല്ലദി യുഹ്ദി ബഖറതൻ പിന്നീട് വരുന്നവർക്ക് മാടിനെ അറുത്തു കൊടുത്തതിന്റെ പ്രതിഫലവും, സുമ്മ കബിഷൻ പിന്നീട് വരുന്നവർക്ക് ആട്ടിനെ അറുത്തു കൊടുത്തതിന്റെ പ്രതിഫലവും, സുമ്മ ദജാജതൻ പിന്നീട് വരുന്നവർക്ക് കോഴി അറുത്തു കൊടുത്തതിന്റെ പ്രതിഫലവും, സുമ്മ ബൈദത്തൻ പിന്നീട് വരുന്നവർക്ക് മുട്ട ദാനം ചെയ്തതിന്റെ പ്രതിഫലവും. ഇങ്ങനെയൊക്കെ മലക്കുകൾ ഇങ്ങനെ എഴുതി വെച്ച് പടച്ച റബ്ബ് അവർക്ക് പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഫഇദാ ഖറജൽ ഇമാമു തവൗ സുഹൂഫഹും വയസ്തമിഊന ദിക്ർ. ഇമാം പുറപ്പെട്ടാൽ, ഖുതുബ ഓതാൻ വേണ്ടിയിട്ട് ഇമാം വന്നു കഴിഞ്ഞാൽ, സാധാരണ നമ്മുടെ ഗതിയിൽ വീട്ടിൽ നിന്ന് പല ജോലികളിലായിരിക്കും. ഇമാമ ഖുതുബ ഓതാൻ
അൽഹംദുലില്ലാ പറയുമ്പോഴായിരിക്കും പെട്ടെന്ന് കുളിച്ച് ഡ്രസ്സുമായി വരുന്നത്. എന്നാൽ ശ്രദ്ധിച്ചോ, ഫഇദാ ഖറജൽ ഇമാമു പുറപ്പെട്ട് കഴിഞ്ഞാൽ തവൗസുമൂഫഹും, ആ ഏടുകൾ മലക്കുകൾ അടച്ചു വെക്കും. എന്നിട്ട് വയസ്തമിഊന ദിക്ർ, ഇമാമിന്റെ ഖുതുബ ശ്രദ്ധിക്കുന്ന കാര്യത്തിലേക്ക് അവർ ശൂലാകും, അവർ ജോലിയാവും. പിന്നീട് വരുന്നവർക്ക് ജുമുഅയുടെ പരിപൂർണമായ പ്രതിഫലം ലഭ്യമാവുകയില്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ എപ്പോഴാണ് ജുമുഅയ്ക്ക് വരാനുള്ളത്? ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ്, ഇമാമ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് ജുമുഅയ്ക്ക് നമ്മൾ ഒരുമിച്ച് കൂടണം എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫഇദാ ഖറജൽ ഇമാമു പുറപ്പെട്ട് ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ തവൗസുമൂഫഹും, അവരുടെ ഏടുകൾ ആരൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് എന്ന് എഴുതുന്ന ലിസ്റ്റ് ഏടുകൾ അടച്ചു വെക്കുകയും വയസ്തമിഊന ദിക്ർ, അവർ ഖുതുബ ശ്രദ്ധിക്കുന്നതിലേക്ക് വ്യാപൃതരാവുകയും ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ചകളിലുള്ള ഇത്തരത്തിലുള്ള മഹത്വങ്ങൾ പാലിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവർക്കാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനത്തിൽ മരണം കൈവരിക്കാൻ കഴിയുന്നതും അതിലൂടെ ഖബറിന്റെ ശിക്ഷകളെ തൊട്ട് രക്ഷ നേടാൻ കഴിയുന്നതും ഖബറിന്റെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുന്നതും എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള നിസ്സാരമായ അമലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വലിയ മഹത്വം, വലിയ കൂലി നേടാനുള്ള തൗഫീഖ് പടച്ച റബ്ബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതം പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്ന നിലയിൽ ജീവിച്ച് അവസാനം ഈമാനോടുകൂടി നല്ല ദിനത്തിൽ മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. പടച്ചവനെ ഈമാനോടുകൂടി തൗബയോടുകൂടി നമ്മളെ നീ മരിപ്പിക്കണം. ഫീ ലൈലത്തിൽ ജുമുഅത്തി വഫീ നഹാരിഹാ, ജുമുഅയുടെ രാത്രിയിലോ പകലിലോ, വ്യാഴാഴ്ച രാത്രിയിലോ വെള്ളിയാഴ്ച പകലിലോ മരിപ്പിക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അല്ലാഹു ആ ദുആയൊക്കെ സ്വീകരിച്ച് നല്ല മരണം നൽകുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്കൊക്കെയും പടച്ച റബ്ബ് പരിപൂർണ്ണ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ കൊണ്ട് വിജയിക്കുന്നവരെ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉസീകും ബിദ്ദുആ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.